വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 3യുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സോ അതിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഓഫ് സോയിൽ എക്സ്പ്ലോറേഷൻ ഈസ് സ്യൂട്ടബിൾ ഫോർ എ ഡെപ്ത് ഓഫ് 3 മീറ്റർ? 3 മീറ്റർ ഡെപ്തിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള സോയിൽ എക്സ്പ്ലോറേഷൻ്റെ മെത്തേഡ് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ഓപ്പൺ എക്സ്കവേഷൻ, ഓപ്ഷൻ ബി പ്രോബിംഗ്, ഓപ്ഷൻ സി വാഷ് ബോറിംഗ്, ഓപ്ഷൻ ഡി ഓഗർ ബോറിംഗ്. ഇതിൽ ഓപ്പൺ എക്സ്കവേഷൻ എന്ന് പറയുമ്പം 1.5 മീറ്റർ വരെയാണ് അതിൻ്റെ മാക്സിമം ഡെപ്ത് വരുന്നത്. പ്രോബിംഗ് എന്ന് പറഞ്ഞാൽ 3 മീറ്റർ വരെയാണ്. ഓഗർ ബോറിംഗ് എന്ന് പറയുമ്പോൾ ഒരു 6 to 8 മീറ്ററാണ് ഇൻസ്പെക്ഷൻ ബേസ് ചെയ്ത് വരുന്നത്. വാഷ് ബോറിംഗ് എന്ന് പറയുമ്പോൾ 30 to 45 മീറ്ററാണ് വരുന്നത്. 30 to 45 മീറ്ററാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ ഏതാണെന്നറിയാലോ. ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രോബിംഗ്. Second question, what is the name of foundation if the foundation's depth is less than or equal to its width? ഫൗണ്ടേഷൻ്റെ ഡെപ്തിന് ലെസ്സോ അല്ലെങ്കിൽ ഈക്വലോ ആണ് അതിൻ്റെ വിട്ടെങ്കിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഷാലോ ഫൗണ്ടേഷൻ ആണ്. ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പം വിട്ടിനെ അപേക്ഷിച്ച് ഡെപ്ത് കൂടുതലായിരിക്കും. ഇത് വില്ലല്ല, വെൽ ഫൗണ്ടേഷനാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. വെൽ ഫൗണ്ടേഷനും അതുപോലെ തന്നെ പിയർ ഫൗണ്ടേഷനും ഉണ്ട്. അപ്പം ആൻസർ വരുന്നത് ഷാലോ ഫൗണ്ടേഷൻ. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ ടെമ്പററി സ്ട്രക്ചർ ടു റിമൂവ് വാട്ടർ ആൻഡ് സോയിൽ ഫ്രം ആൻ ഏരിയ ആൻഡ് മേക്ക് ഇറ്റ് പോസിബിൾ ടു ക്യാരി ഔട്ട് ദ കൺസ്ട്രക്ഷൻ വർക്ക് അണ്ടർ റീസണബിളി ഡ്രൈ കണ്ടീഷൻ? എടുത്ത് പറഞ്ഞിട്ടുണ്ട് അവർ ടെമ്പററി സ്ട്രക്ചറാണ്. ഇതിലപ്പോൾ ടെമ്പററി സ്ട്രക്ചർ എന്ന് പറയാൻ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഏതാണത്? കോഫർ ഡാം. കേസൺ പെർമനൻറ്റ് സ്ട്രക്ചറാണ്. പിയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഡീപ്പ് ഫൗണ്ടേഷനിൽ വരുന്നതാണ്. ഷാലോ ഫൗണ്ടേഷനിൽ വരുന്നതാണ് സ്ട്രിപ്പ് ഓർ പാഡ് ഫൗണ്ടേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്കഫോൾഡ്സ് ഈസ് സ്യൂട്ടബിൾ ഇഫ് പ്രോപ്പർ ഹാർഡ് ഗ്രൗണ്ട് ഈസ് നോട്ട് അവൈലബിൾ ഫോർ സ്റ്റാൻഡേർഡ്സ് ടു റെസ്റ്റ്? ഇവിടെ സ്കഫോൾഡിങ്ങിൻ്റെ ഒരു പാർട്ടാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡേർഡിന് റെസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്, ഒരു പ്രോപ്പർ ഹാർഡ് ഗ്രൗണ്ട് ഇല്ല എങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സ്ഥലത്ത് യൂസ് ചെയ്യുന്ന ഈ താഴെ പറയുന്നതിൽ ഏത് സ്കഫോൾഡാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ആൻസർ വരുന്നത് കാൻഡിലിവർ സ്കഫോൾഡാണ്. കാൻഡിലിവർ സ്കഫോൾഡിനെ തന്നെ നമ്മൾ നീഡിൽ സ്കഫോൾഡിംഗ് എന്നും പറയുന്നുണ്ട്. ഈ കാണുന്നതാണ് കാൻഡിലിവർ സ്കഫോൾഡിങ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു കോഫർ ഡാമിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിതാണ് കോഫർ ഡാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്ലാസ്റ്റർ മെറ്റീരിയൽസ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ദ റൂം സൗണ്ട് പ്രൂഫ്? സൗണ്ട് പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അക്വസ്റ്റിക് ആണ്. വാട്ട് ഈസ് ദ ഡിഫക്റ്റ് ഇൻ പെയിൻറ്റിംഗ് സീൻ ആസ് ഗ്ലോസി പാച്ചസ്? ഗ്ലോസി പാച്ചസ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഫ്ലാഷിംഗ് ആണ്. അപ്പോൾ ബാക്കിയുള്ളതും പെയിൻറ്റിൻ്റെ ഡിഫക്ട്സ് തന്നെയാണ്. മെയിനായിട്ടുള്ള ഡിഫക്ട്സ് എന്ന് പറയുന്നത് ബ്ലിസ്റ്ററിങ്, ബ്ലൂമിങ്, ചോക്കിങ്, ചെക്കിങ്, ഫെയ്ഡിങ്, ഫ്ലാഷിംഗ്, ഫ്ലാക്കിംഗ്, ഗ്രിന്നിങ്, റണ്ണിങ്, സാഗിങ്, വ്രിങ്ക്ലിങ്, സപ്പോണിഫിക്കേഷൻ, അതുപോലെ തന്നെ മൈൽഡ്യൂ. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ പെയിൻറ്റിങ്ങിൽ വരുന്ന ഡിഫക്ട്സ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമ്മൾ ബ്ലിസ്റ്ററിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഫസ്റ്റ് വണ്ണാണ് ബ്ലിസ്റ്ററിങ് എന്ന് പറയുന്നത്. ബബിൾ ഫോമേഷനാണ് നമ്മുടെ പെയിൻറ്റ് ചെയ്ത ആ ഒരു സർഫസിൽ ബബിൾ ഫോമേഷൻ ഉണ്ട് എങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വാട്ടർ വേപ്പർ ട്രാപ്പ് ചെയ്യുന്നത് കാരണം, സർഫസിൻ്റെ ബിഹൈൻഡ് വാട്ടർ വേപ്പേഴ്സ് ഉള്ളത് കാരണം ഉണ്ടാവുന്നതാണ് ബ്ലിസ്റ്ററിങ് എന്ന് പറയുന്നത്. ഫോമേഷൻ ഓഫ് ബബിൾസ് അണ്ടർ ദ പെയിൻറ്റ് ഫിലിം ഡ്യൂ ടു വാട്ടർ വേപ്പർ വിച്ച് ഇസ് ട്രാപ്ഡ് ബിഹൈൻഡ് ദി സർഫസ്. അതുപോലെ തന്നെ രണ്ടാമത് ഞാൻ പറയുന്നത് ബ്ലൂമിംഗ് ആണ്. ഡൾ പാച്ചസ് ഫോം ചെയ്യുന്നതിന് ഫിനിഷ് ചെയ്ത സർഫസിൽ ബാഡ് വെൻറ്റിലേഷൻസ് കാരണം ഡൾ പാച്ചസ് ഡൾ പാച്ചസ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ബ്ലൂമിംഗ് എന്ന് പറയുന്നത്. ഇതെന്തായിരുന്നു? ബബിൾ ഫോമേഷൻ. ഓക്കെ, ബ്ലിസ്റ്ററിങ് ആണേ പറഞ്ഞ്. ബ്ലിസ്റ്ററിങ്, ബബിൾ ഫോമേഷൻ, ബ്ലൂമിങ്, ഡൾ പാച്ചസ്. അടുത്ത് പറയുന്നത് ചോക്കിംഗ് ആണ്. ചോക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പെയിൻറ്റിൻ്റെ ഫിലിം ചേഞ്ച് ചെയ്തിട്ട് പൗഡർ ഫോമിലോട്ടാവുന്നുണ്ട്. പെയിൻറ്റിൻ്റെ ഫിലിം ചേഞ്ച് ചെയ്ത് പൗഡർ ഫോമിലോട്ടായാൽ അതിനെയാണ് നമ്മൾ ചോക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചെക്കിംഗ് ആണ്. ക്രാക്കിങ്ങിൻ്റെ ഒരു മൈൽഡ് ഫോമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചെക്കിംഗ് എന്ന് പറയുന്നത്. ക്രാക്കിങ്ങിൻ്റെ ഒരു മൈൽഡ് ഫോമാണ്.
ഇതിൽ തന്നെ നമ്മൾ ക്രേസിങ്, അതുപോലെ ക്രൊക്കഡൈലിംഗ്, അലിഗേറ്ററിങ് എന്ന് പറയുന്ന ഒരു 3 ടൈപ്പ് കൂടെ നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതിൽ ക്രേസിങ് എന്ന് പറഞ്ഞേക്കുന്നത് നമ്മുടെ ഹെയർ ലൈക്ക് ക്രാക്സ് ആയിരിക്കും വരുന്നത്, വളരെ തിന്നായിരിക്കും. ഹെയർ ലൈക്ക് ക്രാക്സ് ആണ് ഫോം ചെയ്യുന്നത് നമ്മൾ പെയിൻറ്റ് ചെയ്ത സർഫസിലെങ്കിൽ അതിനെ നമ്മൾ ക്രേസിങ് എന്നും, അതുപോലെ തന്നെ ലാർജ് ഏരിയയിൽ ക്രാക്ക് വീഴുകയാണെങ്കിൽ, ലാർജ് ഏരിയയിൽ ക്രാക്ക് ഉണ്ടായാൽ അതിനെ നമ്മൾ ക്രൊക്കഡൈൽ എന്നും, അതുപോലെ തന്നെ അലിഗേറ്ററിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ലെയർ പെയിൻറ്റിങ് അടിച്ചു, അതിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വേറൊരു ലെയർ കൂടെ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അലിഗേറ്ററിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3ഉം ചെക്കിങ്ങിനകത്ത് വരുന്നതാണ്. ക്രേസിങ് ഹെയർ ലൈക്ക് ക്രാക്സ് ആണ് സ്മോൾ ഏരിയയിൽ വരുന്നത്, ക്രൊക്കഡൈലിംഗ് ക്രാക്സ് ആണ് ലാർജ് ഏരിയയിലുള്ളത്, അലിഗേറ്ററിങ് എന്ന് പറയുമ്പോൾ 1 ലെയർ ഓഫ് പെയിൻറ്റ് ഫിലിം ഈസ് സൈഡ്സ് ഓവർ അതർ, അതിനെയാണ് നമ്മൾ അലിഗേറ്ററിങ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫെയ്ഡിങ് ആണ്. ഫെയ്ഡിങ് എന്ന് വെച്ചാൽ കളർ ലോസ് ആവുന്നതിനെയാണ് ഫെയ്ഡിങ് എന്ന് പറയുന്നത്. ലോസ് ഓഫ് കളറിനെ നമ്മൾ ഫെയ്ഡിങ് എന്ന് പറയും. നെക്സ്റ്റ് പറയുന്നത് ഫ്ലാക്കിംഗ് ആണ്. പെയിൻറ്റിൻ്റെ ഫിലിം നമ്മുടെ അഡ്ഹഷൻ, പുവർ ആയിട്ടുള്ള അഡ്ഹഷൻ കാരണം ലൂസായി പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്ലാക്കിംഗ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, പുവർ അഡ്ഹഷൻ കാരണം പെയിൻറ്റിൻ്റെ ഫിലിം ലൂസ് ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്ലേക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫ്ലാഷിംഗ് ആണ്. ഫ്ലാഷിംഗ് എന്ന് പറയുമ്പം നമ്മുടെ സർഫസിൽ ഉണ്ടാകുന്ന ഗ്ലോസി പാച്ച്, അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഗ്ലോസി പാച്ചസ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റിനെ നമ്മൾ ഫ്ലാഷിംഗ് എന്നാണ് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് ഗ്രിന്നിങ് ആണ്. ഗ്രിന്നിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പോർഷൻ ക്ലിയർ ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് ഒപ്പാസിറ്റി കാരണം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്രിന്നിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റണ്ണിങ് ആണ്. നമ്മളിപ്പോൾ ഈ ഒരു പെയിൻ്റ് അടിച്ച് പോകുമ്പം ചില ഏരിയയിൽ കവർ ചെയ്യാതെ വരും, ആ കവർ ചെയ്യാതെ വരുന്നതിനെയാണ് നമ്മൾ റണ്ണിങ് എന്ന് പറയുന്നത്. അൺകവേർഡ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റണ്ണിങ്. അത് കൂടുതൽ സ്മൂത്ത് സർഫസ് ഒക്കെ ആണെങ്കിലാണ് ഈ ഒരു ഡിഫക്റ്റ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് പറയുന്നത് സാഗിങ് ആണ്. സാഗിങ് എന്ന് പറയുമ്പം തിക്ലി പെയിൻറ്റഡ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ എന്ന് വെച്ചാൽ ഒന്നേ ഇൻക്ലൈൻഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ വേർട്ടിക്കൽ ഡയറക്ഷന് തിക്കായിട്ട് പെയിൻറ്റ് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സാഗിങ് എന്ന് പറയുന്നത്. ഇത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലായാൽ അതിനെ വ്രിങ്ക്ലിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് വൺ അല്ല, സപ്പോണിഫിക്കേഷൻ. സപ്പോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആൽക്കലൈൻ്റെ ആക്ഷൻ കാരണം സോപ്പ് പാച്ചസ് ഫോം ചെയ്യുന്നതിനെയാണ് സപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആര് കാരണമാണ്? ആൽക്കലൈൻ ആക്ഷൻസ് കാരണം സോപ്പ് പാച്ചസ് ഫോം ചെയ്യുന്നതിനെയാണ് സപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഒരെണ്ണം കൂടെയുണ്ട്, മൈൽഡ്യൂ. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ വാം അല്ലെങ്കിൽ മോയ്സ്ചർ അല്ലെങ്കിൽ ഡാർക്ക് ബേസ് ചെയ്തെന്ന് വെച്ചാൽ ഫംഗൽ അറ്റാക്കാണ്. ആ ഫംഗൽ അറ്റാക്ക് കാരണം ഈ ഒരു വാം, മോയ്സ്റ്റ്, ഡാർക്ക് ഇതൊക്കെ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫംഗൽ അറ്റാക്ക്, മൈൽഡ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ മൈൽഡ്യൂ ഉണ്ടാകാനുള്ള കാരണം ഫംഗൽ അറ്റാക്കാണ്. അപ്പോൾ മെയിനായിട്ട് ഇത്രയുമാണ് ഡിഫക്ട്സ്. അപ്പോൾ മെയിനായിട്ട് ഒന്നുകൂടെ പറയാം, ഡിഫക്ട്സ് എന്ന് പറയുന്നത് ബ്ലിസ്റ്ററിങ്, ബ്ലൂമിങ്, ചോക്കിങ്, ചെക്കിങ്ങിൽ തന്നെ 3 എണ്ണം ഉണ്ട്: ക്രേസിങ്, ക്രോക്കഡൈലിംഗ്, അലിഗേറ്ററിങ്, ദെൻ ഫെയ്ഡിങ്, ഫ്ലേക്കിംഗ്, ഫ്ലാഷിംഗ്, ഗ്രിന്നിങ്, റണ്ണിങ്, സാഗിങ്, വ്രിങ്ക്ലിംഗ്, സപ്പോണിഫിക്കേഷൻ, മൈൽഡ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: Which masonry has regular stones of square or rectangular shape with an accurate butt joint? Options: coarse rubble masonry, ashlar fine masonry, uncoarse rubble masonry, random rubble masonry. ആൻസർ വരുന്നത് ആസ്ലർ ഫൈൻ മേസണറി ആണ്. കാരണം ചോദിച്ചേക്കുന്നത് സ്ക്വയർ ആൻഡ് റെക്ടാങ്കിൾ ഷേപ്പിൽ കറക്റ്റായിട്ട് റെഗുലർ സ്റ്റോൺസ് ബേസ് ചെയ്ത് ചെയ്തേക്കുന്ന ആസ്ലർ ഫൈൻ മേസണറി മാത്രമാണ്. ബാക്കി 3ഉം വരുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ പ്രോപ്പർ ഡ്രസ്സ് ചെയ്യാതെ യൂസ് ചെയ്യുന്നതാണ്. Next question: which bone consists of alternate courses of headers and structures? Monk bone, raking, English bone, facing bone. ഓൾട്ടർനേറ്റീവ് കോഴ്സസിൽ ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും ഉണ്ടെങ്കിൽ അതിനെ എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓൾട്ടർനേറ്റ് കോഴ്സ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ബോണ്ടാണ്. സെയിം കോഴ്സിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ഹെഡേഴ്സും നമ്മുടെ സ്ട്രക്ചേഴ്സും വയ്ക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ഈസ് റെക്കമെൻഡഡ് ഫോർ ബ്ലാക്ക് കോട്ടൺ സോയിൽ? ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് കേട്ടാലേ ആൻസർ അറിയാം, അണ്ടർ റീംഡ് പൈൽ ഫൗണ്ടേഷൻ ആയിരിക്കും. ആൻസർ വരുന്നത് ഏതാണ്? അണ്ടർ റീംഡ് പൈൽ കണ്ടീഷൻ. ഈ കാണുന്നതാണ് അണ്ടർ റീംഡ് പൈൽ എന്ന് പറയുന്നത്. മെയിൻലി ബ്ലാക്ക് കോട്ടൺ സോയിൽസിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ അണ്ടർ റീംഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ബൾബിങ് കണ്ടോ, ഇതിനെ ബൾബ് എന്നാണ് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഈ ഒരു അണ്ടർ റീംഡ് പൈൽസിൻ്റെ ഡയ നോർമലി 20 to 25 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഇതിനൊരു ബൾബ് ഉണ്ട്, അത് 2 to 3 ടൈംസ് നമ്മുടെ ഡയമീറ്റർ ഓഫ് പൈൽസിനേക്കാളും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ നമുക്കിതിന് 2.5 into d ആണെന്ന് പറയാം. രണ്ട് പൈൽസിൻ്റെ ഇടയിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് 2 to 4 മീറ്റർ ആണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ബൾബ്സ് എന്ന് പറയുന്നത്, വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ബൾബ് എന്ന് പറയുന്നത് 1.25 to 1.5 ടൈംസ് ഓഫ് ഡയമീറ്റർ ആണ്. 1.25 to 1.5 ടൈംസ് ഡയമീറ്റർ ഓഫ് ബൾബാണ് വരുന്നത്. ഈ ബൾബ് നമ്പർ ഓഫ് ബൾബ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ബിയറിംഗ് കപ്പാസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഈ അണ്ടർ റീംഡ് പൈൽസിൻ്റെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ, പൈലിൻ്റെ ഡയമീറ്റർ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ ബൾബിൻ്റെ ബേസ്, നമ്മൾ ഈ ബൾബ് സെറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ബേസിൽ കുറച്ച് സ്ട്രെങ്തൻ ചെയ്യുക. അതുപോലെ തന്നെ പൈലിൻ്റെ ലെങ്തും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി അണ്ടർ റീംഡ് പൈൽസിന് നമുക്ക് കൂട്ടാൻ പറ്റും. Next question, which pile is used to protect waterfront structures against impact from ship or floating object? ഷിപ്പ് ഓർ ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്നത് ഫെൻഡർ പൈൽസ് ആണ്. എന്താണ് ഫെൻഡർ പൈൽസ് എന്ന് നോക്കാം. ഈ കാണുന്നതാണ് ഫെൻഡർ പൈൽസ് എന്ന് പറയുന്നത്. നമ്മളൊരു പ്രൊട്ടക്ഷൻ മെഷർ എന്നുള്ള രീതിക്കാണ് കൊടുക്കുന്നത്. ഷിപ്പോ അല്ലെങ്കിൽ മറ്റ് ഫ്ലോട്ടിംഗ് ഒബ്ജക്ട്സോ ഒക്കെ വരുമ്പം അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫെൻഡർ പൈൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ താഴെ കാണുന്ന സ്ട്രക്ചർ, ഇതെന്ന് പറയുന്നത് ബാറ്റർ പൈൽസ് ആണ്. ഈ ബാറ്റർ പൈൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ നമ്മളിപ്പോൾ കണ്ട ആദ്യത്തിൽ എന്തായിരുന്നു, വേർട്ടിക്കലല്ലേ ഇരിക്കുന്നത്, ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ബാറ്റർ പൈൽസ് എന്ന് പറയുന്നത്. ഇതിനെ ഇൻക്ലൈൻഡ് പൈൽസ് എന്നും പറയാറുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ലാർജ് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ഫോഴ്സസിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആങ്കർ പൈൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ആൻകറേജിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ പുള്ളിങ് ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻകറേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൂടുതലും റീടൈനിങ് വാൾ, അതുപോലെ മറൈൻ കൺസ്ട്രക്ഷൻസ് ഒക്കെ വരുന്ന സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ ആങ്കർ പൈൽസ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഇതിൽ ഒരെണ്ണം കൂടെ ഉണ്ട്, ടെൻഷൻ പൈൽസ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലിഫ്റ്റ് പൈൽസ് എന്നും പറയാറുണ്ട്. ഇത് വേറെ ഒന്നുമല്ല, ആങ്കർ ഡൗൺ, നമ്മുടെ സ്ട്രക്ചറിൻ്റെ ആങ്കർ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്ലിഫ്റ്റ് പ്രഷർ കാരണം ഉണ്ടാകുന്ന ആങ്കർ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെൻഷൻ പൈൽ അല്ലെങ്കിൽ അപ്ലിഫ്റ്റ് പൈൽസ് യൂസ് ചെയ്യുന്നത്. അടുത്ത് പറയുന്നത് ജിപ്സത്തിൻ്റെ പെർസെൻറ്റേജ് ആണ്. നമ്മുടെ സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിൽ ജിപ്സം എന്ന് പറയുന്നത് ഒരു 3 to 4% ആണ് ഉള്ളത്. ഓക്കെ, വാട്ട് ഇസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് മാർബിളിൻ്റെ ക്ലാസിഫിക്കേഷൻ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ്, മെറ്റാമോർഫിക് റോക്ക് ആണ് വരുന്നത്. Next question, the presence of moisture in sand increases the volume of sand is called dash of sand. നമ്മുടെ സാൻഡിൽ മോയ്സ്ചറിൻ്റെ കണ്ടൻറ്റ് വരുമ്പം ഇത് ഇൻക്രീസ് ആവും, വോളിയം ഇൻക്രീസ് ആവും എങ്കിൽ അതിനെ പറയുന്ന പേര് ബൾക്കിംഗ്. ഇതിൽ സി ആണ് ഓപ്ഷൻ വരുന്നത്. യഥാർത്ഥം പറഞ്ഞാൽ ബൾക്കിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. The timber which is fully or partially covered with resin is known as. ഇതിലെന്താണ് വരുന്നത്, ഇംപ്രെഗ് ടിമ്പർ. റെസിൻസിൽ ഫുള്ളി അല്ലെങ്കിൽ പാർഷ്യലി കവേർഡ് ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഇംപ്രെഗ് ടിമ്പർ എന്നാണ്. ഡാഷ് ഡിഫക്റ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ വൈറ്റ് ഡീക്കേഡ് സ്പോട്സ് വിച്ച് ആർ കൺസീൽഡ് ബൈ ഹെൽത്തി വുഡ്. വൈറ്റ് ഡീക്കേഡ്സ് വരുന്നുണ്ടെങ്കിൽ അത് ഡ്രഗ്സിനസ് ആണ്. What is the process in manufacturing of brick if the clay is made loose and any ingredients to be added to it? ശ്രദ്ധിക്കുക, any ingredients to be added to it, ഓപ്ഷൻ ഡി ആണ് blending. Next, 17th question, the term dash is used to indicate fine earthenware which is white, thin and semi-transparent. Answer C ആണ് porcelain. The dash mixing gives green color to ordinary cement. നമ്മുടെ സിമെൻറ്റിന് ഗ്രീൻ കളർ കൊടുക്കുന്നത് ആര് തന്നെയാണ്, അയൺ ഓക്സൈഡ് ആണ് ഗ്രീൻ കളർ പ്രൊവൈഡ് ചെയ്യുന്നത്. The 19th question, in the following which type of cement used in marine constructions? ഇതിൽ സാധാരണഗതിയിൽ മറൈൻ അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയയിൽ നമ്മൾ സൾഫൈഡ് റെസിസ്റ്റിംഗ് സിമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ ആൻസർ കീയിൽ, ഫൈനൽ ആൻസർ കീയിൽ വരെ കൊടുത്തിട്ടുണ്ടായിരുന്നത് പൊസ്ലോണ സിമെൻ്റ് ആണ്. The 20th question, dash is the chemical most commonly used in accelerating admixtures, especially for non-reinforced concrete. non-reinforced concreteൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ വരുന്നത് കാൽസ്യം ക്ലോറൈഡ്.